ഗോവയിലെ ഒരു അത്യുഗ്രൻ കാഴ്ച, ദൂദ്സാഗർ വെള്ളച്ചാട്ടം. ഇത് ഗോവയിലെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ. സമയം രാവിലെ 6:30 മണി. രാവിലെ 7 മണിക്ക് ഇവിടെ എത്തിച്ചേരുന്ന അമരാവതി എക്സ്പ്രസിന്റെ വരവും കാത്താണ് ഞങ്ങളുടെ ഈ നിൽപ്പ്. ഈ ദിവസമായതുകൊണ്ട് ഷാലിമാറിലേക്ക് പോകുന്ന യാത്രക്കാരാണ് അധികവും. ശനി, ഞായർ, മറ്റ് അവധി ദിവസമാണെങ്കിൽ ദൂദ്സാഗർ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രക്കാരുടെ ഒരു തിരക്കും ഈ വണ്ടിയിൽ കാണും. ഗോവയിലെത്തുന്നവരുടെ, പ്രത്യേകിച്ച് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രൈം സ്പോട്ടാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം. അങ്ങോട്ടേക്കുള്ള യാത്ര അല്പം ദുഷ്കരമായതുകൊണ്ടാണ് പലരും അവിടം ഒഴിവാക്കുന്നത്. ഒരിക്കൽ കണ്ടവർ തന്നെ പിന്നെയും പോകുന്ന ഒരു സ്പോട്ടാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം. ഞായർ, ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഷാലിമാറിലേക്ക് പോകുന്ന അമരാവതി എക്സ്പ്രസ് ട്രെയിനിലും, അഥവാ കേരളത്തിൽ നിന്നാണെങ്കിൽ പൂർണ്ണ എക്സ്പ്രസ് ട്രെയിനും ദൂദ്സാഗർ വെള്ളച്ചാട്ടം വഴിയാണ് കടന്നു പോകുന്നത്. വേറെയും പല ട്രെയിനുകൾ ഈ റൂട്ടിലുണ്ട്. സാധാരണ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് കുലം എന്ന സ്റ്റേഷനിൽ ഇറങ്ങി 11 കിലോമീറ്റർ റെയിൽവേ ട്രാക്കിലൂടെ, അതും ഘോരവനത്തിലൂടെ നടക്കണം. തിരികെ വീണ്ടും അതുപോലെ തന്നെ 11 കിലോമീറ്റർ, അതും റെയിൽവേ ട്രാക്കിലൂടെ നടക്കണം. എന്നാൽ ഈ ട്രാക്കിലൂടെയുള്ള ട്രെക്കിംഗ് അതീവ അപകടം നിറഞ്ഞതും അത് നിരോധിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ദൂദ്സാഗർ വെള്ളച്ചാട്ടം കണ്ടതിനു ശേഷം അടുത്ത സ്റ്റോപ്പുള്ള കാസിൽ റോക്ക് റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ ഇറങ്ങിയാൽ പിന്നീട് അവിടെ നിന്നൊരു റിട്ടേൺ ട്രെയിൻ ലഭിക്കുക 8-9 മണിക്കൂറുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഞാൻ സ്വീകരിച്ച ഒരു മാർഗം 7 മണിക്ക് മഡ്ഗോവയിൽ എത്തിച്ചേരുന്ന 18:48 അമരാവതി എക്സ്പ്രസിൽ കയറി 84 കിലോമീറ്റർ അകലെയുള്ള ലോണ്ട ജംഗ്ഷനിൽ ഇറങ്ങി. ഞായർ, ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ആണ് ഈ ട്രെയിൻ ലഭിക്കുക. ഈ യാത്രക്കിടയിൽ ഏതാണ്ട് 8:45-നും 9 മണിക്കുമിടയിൽ ദൂദ്സാഗർ വഴി ഈ ട്രെയിൻ കടന്നു പോകും. കാഴ്ചകൾ ആസ്വദിച്ചതിനു ശേഷം ലോണ്ട ജംഗ്ഷനിൽ ഇറങ്ങി ഒരു ഓട്ടോയിൽ 5 കിലോമീറ്റർ അകലെയുള്ള ബെൽഗാം പനാജി ഹൈവേയിലുള്ള രാംനഗർ എന്ന ഒരു ചെറിയ ടൗണിലെത്താം. അവിടെ നിന്നും 2-2.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഗോവയിലെത്താവുന്നതാണ്. റിസ്ക് ഇല്ലാതെ ഈ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. കഥ പറഞ്ഞിരുന്ന് ട്രെയിൻ കുലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ധാരാളം വുഡ്സ് വാഗൺ എഞ്ചിനുകളൊക്കെ അവിടെ കിടക്കുന്നു. ഇവിടെ നിന്ന് മുൻപോട്ട് പോകുന്ന വണ്ടികൾക്ക് മുന്നിലും പിറകിലുമായി 4 എഞ്ചിനുകൾ ഘടിപ്പിച്ചാണ് യാത്ര തുടരുന്നത്. അത്രയ്ക്ക് കയറ്റം കയറിയാണ് വണ്ടി പോകുന്നത്. 1/2 മണിക്കൂറോളം താമസമെടുക്കും ഇവിടെ നിന്നും പുറപ്പെടാൻ. ബ്രാഗൻസ വനമേഖലയിലൂടെയാണ് ഇനിയുള്ള യാത്ര. ഇരുവശങ്ങളിലും ഘോരവനങ്ങൾ, ടണലുകൾ. സാധാരണ ഇവിടെ ഇറങ്ങി പാളത്തിലൂടെ 11 കിലോമീറ്റർ നടന്ന് വെള്ളച്ചാട്ടം കണ്ട് തിരികെ 11 കിലോമീറ്റർ പാളത്തിലൂടെ നടന്ന് കുലത്തിൽ എത്തി അവിടെ നിന്ന് വൈകുന്നേരം 5:20-നുള്ള അവസാനത്തെ പാസഞ്ചറിൽ കയറിയാണ് മഡ്ഗോണിലെത്തുന്നത്. പാളത്തിലൂടെയുള്ള നടത്തം നിരോധിച്ചിട്ടുള്ളതും അപകടകരവുമാണ്. ഇവിടെ നിന്നാണ് ആ മഹാകാഴ്ച ആരംഭിക്കുന്നത്. രണ്ട് ക്യാമറകൾ കയ്യിൽ പിടിച്ച് വാതിൽപ്പടിയിലിരുന്നാണ് ഷൂട്ടിംഗ്. ആദ്യം ഇടതുഭാഗത്തെ കാഴ്ചയാണിത്. പതിവ് യാത്രക്കാർ പോലും ഇടതുഭാഗത്തെ വിൻഡോയിലൂടെയും വാതിലിലൂടെയും ആ കാഴ്ച ആസ്വദിക്കുന്നുണ്ട്. അവധി ദിവസവും മഴക്കാലവുമായിരുന്നെങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമായിരുന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല.
Natalia. Вот поняли наши. ഒരു വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു കാഴ്ച വലതുവശത്തായി അല്പം കൂടി അടുത്ത് കാണുവാൻ സാധിക്കും. സാധാരണ വെള്ളച്ചാട്ടങ്ങളിലേക്ക് നടന്നെത്തണമെങ്കിൽ ഇവിടെ നമുക്ക് ഇരുന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ കഴിയും. വെള്ളച്ചാട്ടം കണ്ട് തിരികെ നടന്നു പോകാൻ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. നടന്നു പോകുന്നവർക്ക് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും. ട്രെക്കിങ്ങിനിടയിൽ ചെറിയ ചെറിയ വാട്ടർഫോൾസ്, പച്ചപ്പ് നിറഞ്ഞ ഘോരവനങ്ങൾ, ടണലുകൾ ഒക്കെ ആസ്വദിച്ച് നടക്കാം. എന്നാൽ അത് നിയമവിരുദ്ധവും അപകട സാധ്യത ഏറെയുമാണ്. കാസിൽ റോക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എഞ്ചിനുകൾ ഡിറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ നിന്ന് വീണ്ടും 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലോണ്ട ജംഗ്ഷനിൽ എത്താം. ഇവിടെ ഇറങ്ങി 125 രൂപയ്ക്ക് ഓട്ടോയിൽ രാംനഗറിൽ എത്തിയാൽ അവിടെ നിന്ന് ധാരാളം ബസ്സുകൾ പനാജിയിലേക്ക് ലഭിക്കും. ഗോവ കർണാടക അതിർത്തിയിൽ വാഹനങ്ങളുടെ പരിശോധനയാണിത്. തിരികെയുള്ള ബസ് യാത്രയും ഘോരവനത്തിലൂടെയായിരുന്നു. ഞാൻ ഈ യാത്ര നടത്തിയത് 2024 ഒക്ടോബറിലാണ്. ഇനിയും മൺസൂണിൽ ഒരിക്കൽ കൂടി വരണം. കണ്ടിട്ട് മതിയായില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു.